ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ അവസാനത്തെ 3 ദിവസത്തെ അനാലിസിസ് നമ്മൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. 58, 59, 60 ദിവസങ്ങളിലെ. കാരണം അറിയാലോ, അവധി ദിവസങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റിലീസുകളൊക്കെ കുറച്ച് നേരത്തെ ആക്കി. ബുധനാഴ്ച ഒരു മെയിൻ പടത്തിൻ്റെ റിലീസ് ഉണ്ടായിരുന്നു, വ്യാഴാഴ്ച ഒരു മെയിൻ പടത്തിൻ്റെ റിലീസ് ഉണ്ടായിരുന്നു. റിലീസ് കഴിഞ്ഞ് പടവും കഴിഞ്ഞ് വീട്ടിലേക്ക് എത്താൻ എടുത്തത് മണിക്കൂറുകളാണ്. കാര്യം റോഡിലും അത്രയും തിരക്കാണ്. അതുപോലെ തന്നെ സിനിമയുടെയൊക്കെ റിവ്യൂ ഇടലും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആയതുകൊണ്ട് നമ്മുടെ അനാലിസിസ് വീഡിയോസ് ഒന്ന് ലേറ്റ് ആയിട്ടുണ്ട്. ചില കാര്യങ്ങളൊന്ന് കുറച്ചും കൂടി ക്ലിയർ ആവാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ക്ലിയർ പിക്ചർ അതിന് ശേഷം പറഞ്ഞാൽ മതിയല്ലോ. കുഞ്ഞു കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് പറഞ്ഞത് തന്നെ ആവർത്തിച്ച് പറയുന്നത് പോലെ ആവണ്ട എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ 3 കൂടി ഒരുമിച്ച് ചെയ്യുന്നത്. 3 ദിവസങ്ങളും പ്രധാനമായിട്ട് ഫാമിലി മെമ്പേഴ്സ് കടന്നു വരിക എന്നുള്ളതാണ് സംഭവിച്ചിട്ടുള്ളത്. ഫാമിലി മെമ്പേഴ്സ് വന്ന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാമിലി മെമ്പേഴ്സ് മാത്രമല്ല, അവിടെ അല്ലാതെയും ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടായിരുന്നു. അതിനെയും കൂടി ചേർത്ത് ഈ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റും കൂടി നോക്കി കാണുകയാണെങ്കിൽ കുറച്ചുകൂടി ക്ലാരിറ്റി വരും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം ഈ 3 ദിവസങ്ങളിലായിട്ട് നമ്മൾ കാണുന്നത് അത് ജിസൈലാണ്. ജിസൈലുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഷാനവാസ്, അക്ബർ തുടങ്ങിയിട്ടുള്ള കുറേ ആളുകളെ കുറിച്ച് സംസാരിക്കാനുണ്ട്. പക്ഷേ ഒരു കാതലായ മാറ്റം ജിസൈലിൻ്റെ പെരുമാറ്റത്തിൽ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കുറേ ആളുകൾ ഒരുപക്ഷെ വിലയിരുത്തിയിട്ടുണ്ടാവുക ജിസൈലിൻ്റെ അമ്മ വന്നല്ലോ. അപ്പോൾ അമ്മ ആര്യനെക്കുറിച്ചും അതുപോലെ തന്നെ ജിസൈലിൻ്റെ ഇപ്പോഴത്തെ ഗെയിം ശരിയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ജിസൈൽ ഗെയിം മാറ്റുന്നതാണോ എന്ന് തോന്നിയേക്കാം. പക്ഷേ ജിസൈലിൻ്റെ ഗെയിം അതിന് മുമ്പേ ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്മ വരുന്നതിന് മുമ്പേ തന്നെ ജിസൈലിൽ കുറേ വ്യക്തമായ പ്രകടമായ മാറ്റങ്ങളുണ്ട്. ജിസൈലിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം, ഇത് ഭയങ്കര ജഡ്ജ്മെൻ്റലായി എന്നുള്ള രീതിയിൽ എടുക്കണമെന്നില്ല, പക്ഷേ ജിസൈലിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു പ്രശ്നം ഒരു അസൂയാണ്, അല്ലെങ്കിൽ ഒരു പൊസസീവ്നെസ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ആര്യനുമായിട്ടുള്ള അവരുടെ റിലേഷൻഷിപ്പ് അതിലവർ ഭയങ്കര പൊസസീവ് ആണ്. ഇപ്പോൾ ആര്യൻ മറ്റ് പെൺകുട്ടികളുമായിട്ടൊരു സൗഹൃദം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ജിസൈലിന് അത്ര താല്പര്യമുള്ളൊരു കാര്യമല്ല. ചിലപ്പോൾ ആ പെൺകുട്ടിയോടായിരിക്കും ജിസൈലിനൊരു ഒരു ദേഷ്യം പോലെ, അല്ലെങ്കിൽ ഒരു ഗെയിമിൻ്റെ സ്പിരിറ്റ് കുറച്ച് കൂടുതൽ കാണിക്കുക. അതുപോലെ ആര്യനെ പറഞ്ഞു തിരുത്താൻ തുടങ്ങുന്നത് പോലെയുള്ള കാര്യങ്ങളും ചിലപ്പോൾ കണ്ടേക്കാം. ഇവിടെ നമ്മൾ കാണുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആഴ്ച തുടങ്ങുമ്പോൾ തന്നെ ഇവരുടെ ഡിസ്കഷൻസിൽ ആര്യനും ലക്ഷ്മിയും തമ്മിലൊരു കമ്പനി ആവുന്നുണ്ട് എന്നുള്ളത് ജിസൈലിനെ പതിയെ ബാധിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ തുടക്കത്തിൽ അനിമോൾ ഉണ്ടാക്കിയ പ്രശ്നം എടുത്ത് നോക്കുകയാണെങ്കിൽ അപ്പോഴും ജിസൈൽ വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ തമ്മിൽ അങ്ങനെ സംഭവമൊന്നുമില്ല, നമ്മൾ വളരെ ക്ലിയർ ആയിട്ടുള്ള ആളുകളാണ്, അതുകൊണ്ട് ഈ സൗഹൃദത്തിൽ ഒരു മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന്. അതിനുശേഷം ഇപ്പോൾ ലാലേട്ടൻ ലാസ്റ്റ് വീക്കെൻഡിൽ വന്ന സമയത്ത് ഈ ജിസൈലിനെയും ആര്യനെയും കുറിച്ച് ഒനിയിൽ അടക്കമുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തും ജിസൈലും ആര്യനും അതൊന്നും ചേഞ്ച് ചെയ്യാനുള്ള ഉദ്ദേശമില്ലായിരുന്നു. പക്ഷേ ഇവിടെ ആര്യനും ലക്ഷ്മിയും തമ്മിലൊരു കണക്ഷൻ ഉണ്ടായി വരുന്നു എന്ന് ജിസൈലിന് ഫീൽ ചെയ്ത് തുടങ്ങുമ്പോൾ ജിസൈലിൻ്റെ ഈ സംശയത്തിലേക്ക് ശരിക്കും എണ്ണ ഒഴിച്ചു കൊടുത്ത് ആ സംശയത്തിന് പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് ഒനിയിലാണ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം ജിസൈൽ ഈ കിട്ടിയിട്ടുള്ള തീ പല ആളുകളിലേക്കും കൊണ്ടുപോയി സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ പിന്നീട് ജിസൈൽ ഈ സ്പ്രെഡ് ചെയ്യുന്ന തീയെല്ലാം നേരെ ടാർഗറ്റഡ് ആവുന്നത് അക്ബറിന് നേരെയാണ്. 58-ാം ദിവസത്തെ അവരുടെ വൈകുന്നേരത്തെ ഒരു കോൺവെർസേഷൻ ഉണ്ട്. ഒനിയിലുണ്ട്, അക്ബർ ഉണ്ട്, ഷാനവാസ് ഉണ്ട്, ജിസൈലുണ്ട്. അപ്പോൾ ഒനിയിലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്, ആര്യനാണെങ്കിൽ ഈ വളിച്ച തമാശകളൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്, ഈ ബിഗ് ബോസിലെ ഏറ്റവും വളിച്ച തമാശ ഇപ്പോൾ ലക്ഷ്മിയാണ് എന്നാണ്. വളിച്ച തമാശ പറയുന്ന ആൾ ലക്ഷ്മി എന്നല്ല, ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും വളിച്ച തമാശ ലക്ഷ്മിയാണെന്നാണ്. ഇതേ ഒനിയിലിൻ്റെ അമ്മ വന്ന സമയത്ത് ലക്ഷ്മി ഒനിയിലിൻ്റെ അമ്മയോട് മാപ്പ് പറയുന്നുണ്ട്. അപ്പോൾ ഒനിയിൽ പറയുന്നത് ലക്ഷ്മി ഞാനും ഒക്കെ നല്ല ഫ്രണ്ട്സാണമ്മ എന്നാണ്. പക്ഷേ എങ്ങനെയാണ് നമുക്ക് ഒരു ഫ്രണ്ടിനെ, അയാളുടെ എക്സിസ്റ്റൻസിനെ, ആ ഗെയിമിലെ അയാളുടെ എക്സിസ്റ്റൻസിനെ ഒരു വളിച്ച തമാശ എന്നാണ് പറയുന്നത്. അതിനുശേഷം പെണ്ണുമ്പിള്ള എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ലക്ഷ്മിയെ ഇയാൾ അഭിസംബോധന ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ലക്ഷ്മിയാണ് ഈ വളിച്ച തമാശ എന്നുള്ള ഒനിയിലിൻ്റെ ഡയലോഗിന് ജിസൈൽ കൊടുക്കുന്ന മറുപടി, ആര്യന് കോമൺ സെൻസ് ഇല്ല. ലക്ഷ്മി വന്ന സമയത്ത് എന്നെ, അതായത് ജിസൈലിനെ ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരുന്നു, പക്ഷേ ലക്ഷ്മിയുടെ ആ ഒരു ട്രാക്കിൽ ഈ മണ്ടൻ വീണു എന്നാണ് പറയുന്നത്. മണ്ടൻ അവർ അഭിസംബോധന ചെയ്യുന്നത് ആര്യനെയാണ്. അപ്പോൾ ഇതൊക്കെ ജിസൈലിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇതിൽ ആര്യൻ എടുക്കുന്ന ഒരു സ്റ്റാൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആര്യൻ ഒരു കഴിഞ്ഞ ആഴ്ച മുതലേ തന്നെ ഗെയിമിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഗെയിമിൽ ഫോക്കസ് ചെയ്യുമ്പോഴും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് സാക്രിഫൈസ് ചെയ്യേണ്ട എന്ന് പറയുന്ന വളരെ സ്പോർട്സ്മാൻ സ്പിരിറ്റിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ആര്യനിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ഈവൻ ആര്യൻ അനിമോളോട് സംസാരിക്കുമ്പോഴാണെങ്കിലും അതെ, ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഞാൻ നിന്നെ പ്രൊവോക്ക് ചെയ്യുകയൊക്കെ ചെയ്യും, പക്ഷേ ഉള്ളിൽ നമുക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല എന്ന് ആര്യൻ പറഞ്ഞു വെക്കുന്ന ഇതേ കാര്യമാണ് ജിസൈലിനോടും പറയുന്നത്. ജിസൈലിൻ്റെ പ്രശ്നം എവിടെ ഇരിക്കുകയെന്ന് വെച്ചാൽ, ജിസൈൽ ഇത് കൂടുതൽ എന്താ പറയുക, ടു പേഴ്സണൽ ആയിട്ട് എടുക്കുകയും വളരെ ചൈൽഡിഷ് ആയിട്ട് ഈ റിലേഷൻഷിപ്പിൽ ബിഹേവ് ചെയ്യുന്നുണ്ട്. ഈ കോൺവെർസേഷൻ്റെ ഭാഗമായിട്ട് ആര്യനിൽ ഉണ്ടാകുന്നൊരു പ്രകടമായ മാറ്റം, ആര്യൻ അക്ബറിൻ്റെ അടുത്ത് ചെന്നിരുന്ന് സംസാരിക്കുമ്പോൾ അയാളെ അത് ഇമോഷണലി ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ ബെഡ് മാറി കിടക്കുകയാണ്, ഞാൻ അക്ബറിൻ്റെ ഒപ്പം കിടക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആര്യൻ അങ്ങോട്ട് വരുന്നത്. പിന്നീട് അക്ബർ ഈ കാര്യത്തെക്കുറിച്ച് ജിസൈലിനോട് സംസാരിക്കുന്നുണ്ട്. ജിസൈലിനോട് സംസാരിക്കുമ്പോൾ ആര്യൻ അക്ബറിൻ്റെ അടുത്ത് കരഞ്ഞിരുന്നു എന്നുള്ള രീതിയിലാണ് അക്ബർ സംസാരിക്കുന്നത്. അക്ബറിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, ഇവൻ ആര്യൻ വന്ന് ഇതൊരു സങ്കടമായി പറയുമ്പോഴും പറയുന്നത്, നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നീ മാറി കിടക്കേണ്ട കാര്യം
കാര്യമൊന്നും ഇല്ലയെന്നാണ്. അപ്പോൾ പോലും ആര്യൻ അക്ബറിനോടൊപ്പം തന്നെ കിടക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് വരുന്നു. എന്തായാലും അക്ബർ ചെന്ന് ജിസേലിനോട് പറയുന്നത് ഇത് ആര്യന് വിഷമമായിട്ടുണ്ട് എന്നുള്ള കാര്യവും മാത്രമല്ല, നിങ്ങൾ ഇപ്പോൾ മാറിക്കിടന്നു കഴിഞ്ഞാൽ ഇനി അവർ പറഞ്ഞു കിടക്കും, അവർ പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ ഈ മാറിക്കിടക്കുന്നതെന്നൊക്കെ എന്ന് പറഞ്ഞ് ഈ പ്രശ്നത്തിനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് അക്ബറിൻ്റെ സംസാരത്തിലെ ഉദ്ദേശം എന്ന് പറയുന്നത്. പക്ഷേ ജിസേൽ അതിനോട് വലിയ താല്പര്യമുള്ള രീതിയിൽ പ്രതികരിക്കാതെ അവിടുന്ന് മാറുന്നുണ്ട്. ആ സമയത്തൊന്നും അക്ബറിൻ്റെ കോൺവെർസേഷനിൽ എവിടെയും ഇത് നമുക്ക് ഊതിപ്പെരിപ്പിക്കണം, നമുക്ക് ഒനീലിനെ പോയി അറ്റാക്ക് ചെയ്യണം, നമുക്ക് ഷാനവാസിനെ പോയി അറ്റാക്ക് ചെയ്യണമെന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അക്ബർ പറയുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ അതിനുശേഷം സംഭവിക്കുന്നതാണ് അതെന്താണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം അന്ന് രാത്രി തന്നെ ഒനീലും ജിസേലുമായിട്ടുള്ളൊരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. അവിടെ ആദിൽ ഉണ്ടായിരുന്നു, അതിനുശേഷം അവിടെ ആര്യൻ വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജിസേൽ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അക്ബർ എന്നോട് വന്ന് സംസാരിച്ചു, അക്ബറിന് ഈ പ്രശ്നം സോൾവ് ചെയ്യണമെന്നല്ല, ഇതൊരു വലിയ ഇഷ്യൂ ആക്കണം, ഒരു പ്രശ്നം ഉണ്ടാക്കണം, അങ്ങനെ ഇതിനെ ഡീൽ ചെയ്യണം എന്നാണ് പറയുന്നതെന്നാണ്. അപ്പോൾ ഒനീൽ ആ സമയത്ത് ജിസേലിനെ കൺവിൻസ് ചെയ്യുന്നത് അനുമോളുടെ വിഷയമൊന്നും അല്ല ഞാൻ പറഞ്ഞത്, ഞാൻ അല്ലാതെയുള്ള വിഷയങ്ങളാണ് സംസാരിച്ചിട്ടുള്ളത്, എനിക്കിത് അങ്ങനെ ഒരു പ്രശ്നമാക്കണമെന്നില്ല. ആ സമയത്ത് അക്ബറിനോട് പ്രത്യേക സ്നേഹക്കൂടുതൽ ഷാനവാസിക്കയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആദിലയും കൂടി ഉണ്ടല്ലോ, പ്രശ്നമാക്കണമെന്ന് പറഞ്ഞല്ലേ എന്ന് പറയുന്ന രീതിയിൽ അവരും കൂടി അവരുടേതായിട്ടുള്ളൊരു ഫ്യൂല് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വരുന്ന ആര്യനും അക്ബർ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾ എന്ന് പറയുന്ന ആ ഇമേജിനെ ഊട്ടി ഉറപ്പിച്ച് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 60-ാം ദിവസം ആകുമ്പോഴേക്കും ഷാനവാസിൻ്റെ അടുത്തേക്കാണ് ജിസേൽ ഈ വിഷയവുമായിട്ട് ചെല്ലുന്നത്. ഷാനവാസിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഷാനവാസിക്കാണല്ലോ, അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഈ ബന്ധം, അതായത് ആര്യനും ജിസേലും തമ്മിലുള്ള ബന്ധം ഇത് ഞാൻ ആദ്യം മുതലേ പറഞ്ഞതല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ ഷാനവാസ് ഉപദേശിക്കുന്നുണ്ട്. അതിൽ ഞാൻ വീണു എന്നുള്ള ഒരു ഭാവത്തിലൊക്കെ ജിസേൽ ഇരിക്കുന്നുണ്ട്. പക്ഷേ അവിടെയും ജിസേൽ കൊടുക്കുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത് അക്ബർ ഈ വിഷയമൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതൊരു പ്രശ്നമായി ക്രിയേറ്റ് ചെയ്യണം എന്ന് അക്ബർ പറഞ്ഞത്രേ. സ്വാഭാവികമായും അക്ബറിനിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് എല്ലാവരെയും സംഘടിപ്പിച്ച് നമ്മളൊരു യുദ്ധം തന്നെ നയിക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഷാനവാസ് അതിന് കൊടുക്കുന്ന മറുപടി ഇപ്പം എങ്ങനെയുണ്ട്? ഞാൻ അനുഭവിച്ചതാ, അവനൊരു കഴുകനാണ്, ശവന്തീനിയാണ്, നെവിനോട് ഞാൻ പറഞ്ഞേ ഉള്ളൂ, നെവിൻ്റെയും എൻ്റെയും വിഷയം ആളി കത്തിച്ചത് അക്ബറാണ് എന്ന് പറഞ്ഞ് ആ അക്ബർ ശത്രുത ഒന്നുകൂടി തിളയ്ക്കുന്നുണ്ട്. അതുപോലെ തലേ ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ വെളുപ്പിനെ കുറച്ച് നേരത്തെ എണീറ്റിരിക്കുന്ന ജിസേലിനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അനീഷ് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അനീഷ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് നിങ്ങളെ എനിക്ക് വിശ്വസിക്കാമല്ലോ അല്ലേ, നിങ്ങളിത് വേറെ ആരോടും പറയില്ലല്ലോ അല്ലേ എന്നൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഇതേ കാര്യം ജിസേൽ അനീഷിനോട് സംസാരിക്കുന്നുണ്ട്. 60-ാം ദിവസം രാത്രിയിലേക്ക് വരുമ്പോൾ ഇതേ കാര്യം ഒനീലും സാബുമാനുമായി നടന്നുകൊണ്ട് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നെവിൻ ഒഴികെയുള്ള പുരുഷന്മാരോട് മാത്രമാണ് ജിസേൽ തൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ ജിസേൽ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിപ്പോയി. ആര്യൻ എന്ന് പറയുന്ന വ്യക്തിയിൽ അയാളുടെ ഫ്രണ്ട്ഷിപ്പിൽ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിപ്പോയി. ആര്യൻ ഫ്രണ്ട്ഷിപ്പിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഗെയിം കളിക്കാൻ റെഡിയാണ്. ഗെയിമിൻ്റെ ഭാഗമായി അവിടെയുള്ള ബാക്കിയുള്ളവരോടും ഈ സൗഹൃദങ്ങൾ കയറിയും ഇറങ്ങിയൊക്കെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഓരോ ആളുകളെയും ഒബ്സർവ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഒരു സൗഹൃദ കൂട്ടായ്മയിൽ നമ്മൾ എക്സ്ട്രാ ഇരിക്കേണ്ടി വരും, ചിലപ്പോൾ നമ്മൾ അവിടുന്ന് ഡിറ്റാച്ച്ഡ് ആവേണ്ടി വരും. ഇതൊക്കെ ഇതിൻ്റെ ഒരു പാർട്ടാണ്. പക്ഷേ ജിസേലിനെ സംബന്ധിച്ച് അങ്ങനെ ഫ്ലെക്സിബിൾ ആവുന്ന ആര്യനെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിലെ കാര്യങ്ങൾ അവർ ചോദ്യം ചെയ്യുന്നു. ആര്യൻ ലക്ഷ്മിയോട് കൂടുതൽ സംസാരിക്കുന്നത് ജിസേലിനെ അസ്വസ്ഥയാക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ വന്ന് ജിസേൽ തന്നെ ജിസേലിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് ആര്യനുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിനെ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ലെവലിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. അതിനുശേഷം അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള സപ്പോർട്ട് പെട്ടെന്ന് ഇല്ലാണ്ടാവുമ്പോൾ ഭയങ്കരമായിട്ട് ഒരാൾ ഷെയ്ക്കാവും. അതുപോലെ തന്നെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഈ പറയുന്ന ബാക്കി എല്ലാവരും കൂടെ നിൽക്കുക അല്ലെങ്കിൽ എല്ലാവരും കൂടെ നിർത്തുക എന്നുള്ളൊരു ഉദ്ദേശം ഇതിനകത്തുണ്ടാവും. പിന്നെ അവരുടെ ഒരു നിരപരാധിത്വമോ അങ്ങനെ എന്തൊക്കെയോ തെളിയിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ഇതൊന്നും പെൺകുട്ടികളോട് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നില്ല. ഒരു പക്ഷേ ഇത് പെൺകുട്ടികളോട് സംസാരിക്കുകയാണെങ്കിൽ പെൺകുട്ടികൾക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുകയും ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ജിസേലിൻ്റെ തന്നെ ഈ പൊസസീവ്നെസ് എന്ന് പറയുന്ന ആ ഒരു ഭാവത്തിനെ ചൂണ്ടിക്കാണിക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അതേസമയം പുരുഷന്മാരോട് ഡിസ്കസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരോടും ഡിഫറെൻ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഒനീലിനോട് പറയുമ്പോൾ അക്ബറിൻ്റെ വിഷയം, അക്ബർ കോമൺ ശത്രുവാണ് എല്ലാത്തിലും. പക്ഷേ ഒനീലിനോട് സംസാരിക്കുമ്പോൾ അക്ബറിൻ്റെ കൂടെ ഷാനവാസും കൂടി വില്ലനാവും. ഷാനവാസിനോട് സംസാരിക്കുമ്പോൾ അക്ബറും അതിൻ്റെ കൂടെ ഒനീലും കൂടി കയറി വരും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇവർ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ ഡേഞ്ചർ ഷാനവാസിനോട് അക്ബറിനെ കുറിച്ചുള്ള കുറ്റം പറഞ്ഞു എന്നുള്ളതാണ്. ജിസേൽ ഒരു പക്ഷേ ഈ വിഷയമൊക്കെ ഇവരോട് അവതരിപ്പിക്കുന്നത് ഇവർ വേറെ എവിടെയും പോയി പറയില്ല, ഇത് ഇതിനകത്ത് തന്നെ നിൽക്കും, അങ്ങനെ എല്ലാവരുടെയും ഉള്ളിൽ ഇങ്ങനെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതായിരിക്കും. പക്ഷേ ഷാനവാസിൻ്റെ പ്രശ്നം ഇവിടെ ഒന്നല്ല. ഷാനവാസ് നാളെ ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ അക്ബറിന് നേരെ എന്തെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ അത് ഷാനവാസ് എടുത്തിടും. അതിപ്പോൾ ജിസേൽ വളരെ പേഴ്സണലായി പറഞ്ഞതാണെങ്കിൽ പോലും ഷാനവാസ് അത് എടുത്തിടും. അത് അക്ബറിൻ്റെ അടുത്ത് ചോദിക്കും, അക്ബർ അതിന് റിയാക്ട് ചെയ്യും. അങ്ങനെ റിയാക്ട് ചെയ്തത് ചോദ്യവും പറച്ചിലൊക്കെ ആവുന്ന സമയമാകുമ്പോഴേക്കും ജിസേൽ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴാനുള്ള സാധ്യതയുണ്ട്. അങ്ങനൊരു തകർന്നു വീഴലുണ്ടാവുന്ന സമയത്ത് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ആര്യൻ ഇതിനകത്ത് രണ്ട് സൈഡിൽ നിൽക്കില്ല. കാരണം ആര്യൻ നോക്കുമ്പോൾ ജിസേൽ പലയിടത്തും പല കാര്യങ്ങൾ പറഞ്ഞു നടപ്പുണ്ട്. ഷാനവാസും ഒനീലും ഒക്കെ കൺഫ്യൂസ്ഡ് ആയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പേരുകൾ പറഞ്ഞിട്ടില്ലേ. അക്ബറിൻ്റെ കൂടെ ആ സമയത്ത് മിക്കവാറും അനുമോളും ലക്ഷ്മിയും സപ്പോർട്ട് ചെയ്ത് നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവർ രണ്ടുപേരും മുന്നിൽ കാണുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു
പ്ലെയർ ആയിരുന്നു ജിസൈൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലക്ഷ്മിയുടെ ഗെയിം പ്ലേയിലെ ഇപ്പോഴത്തെ ടാർഗറ്റ് ജിസൈലാണ്. അനിമോൾ ജിസൈലിനെതിരെ വരിക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മാത്രം മതി. മാത്രമല്ല അനിമോൾ ഇപ്പോൾ എവിടെയും ഒരു പെർട്ടിക്കുലർ ഗെയിമിൽ സ്റ്റക്കായിട്ടില്ല. അവരിങ്ങനൊരു വിഷയം വരികയാണെങ്കിൽ തീർച്ചയായും അതിനെ യൂട്ടിലൈസ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ആദിലയും നൂറയും ഷാനവാസ് കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരും കൺഫ്യൂസ്ഡ് ആവും. പിന്നെ അനുമോൾ എങ്ങോട്ട് തിരിയുന്നു എന്നുള്ളതാണ് ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം. അനുമോൾ തിരിയുന്ന സ്ഥലത്തേക്ക് ആദിലയ്ക്കും നൂറയ്ക്കും ഒരു സാധ്യതയുണ്ട്. അങ്ങനെ സ്വാഭാവികമായും ഈ വിഷയം ഷാനവാസ് എടുത്ത് പുറത്തിടാനുള്ള സാധ്യത വളരെ കൂടുന്നതനുസരിച്ച് ജിസൈൽ ഉണ്ടാക്കുന്ന ഈ ഇമേജ് പലയിടത്തായി പറയുന്ന പല പല കാര്യങ്ങളും കൂടി ചേരുന്നത് ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴാനുള്ള വളരെയധികം സാധ്യതകളുണ്ട്. ജിസൈൽ ഇവിടെ നഷ്ടപ്പെടുത്തുന്നത് ഏതൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും തൻ്റെ കൂടെ നിൽക്കും എന്ന ഉറപ്പുള്ള ആര്യനെയും വളരെ നല്ല ഉദ്ദേശത്തോടുകൂടി. അക്ബർ ഇതിനിടയിൽ വേറെ ആരോടും ജിസൈൽ ആര്യൻ കോമ്പിനേഷനെ കുറിച്ച് മോശമായി പറഞ്ഞു നടക്കുന്നത് നമ്മൾ കാണുന്നില്ല. ഇവരെ രണ്ടുപേരുടെ അടുത്തും സംസാരിക്കുമ്പോഴാണെങ്കിലും അക്ബർ പറയുന്നത്, എടാ നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങൾ സത്യസന്ധരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെയും നോക്കണ്ട, നിങ്ങൾ ഇങ്ങനെ തന്നെ ധൈര്യമായിട്ട് കളിച്ചോ എന്ന് പറഞ്ഞ് സപ്പോർട്ട് കൊടുക്കുന്ന ഒരാളായിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയുള്ളൊരു സൗഹൃദത്തിനെയും ആര്യൻ എന്ന് പറയുന്ന ഒരു ഫ്രണ്ട്ഷിപ്പിനെയും ജിസൈൽ ഇവിടെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ യൂട്ടിലൈസ് ചെയ്യാനും ഈ സാഹചര്യത്തിനെ മുതലെടുക്കാനുമാണ് ഷാനവാസും ഒനീലും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അക്ബറിനെ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ അക്ബറിനെ ആക്ച്വലി ഇപ്പോൾ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും ടാർഗറ്റിംഗ് മുനകൾ നീളുന്നത് അക്ബറിലേക്കാണ്. അക്ബർ ഇപ്പോൾ കുറച്ചും കൂടി ഈ വൈഫ് വന്നതിന് ശേഷം ഈ ഫാമിലി വീക്കുകൾ നമ്മൾ നോക്കുമ്പോൾ ആ വന്നിട്ടുള്ള ഫാമിലീസിൽ ഇപ്പോൾ അക്ബറിൻ്റെ വൈഫ് വന്നു പോയ കുറച്ച് സമയമാണെങ്കിൽ പോലും അവർ അക്ബറിനോട് സംസാരിച്ചത് ലാലേട്ടൻ പറഞ്ഞ കാര്യമാണ്. അതായത് നീ അവരെ ടാർഗറ്റ് ചെയ്യണമെന്ന്, ഇവരെ ടാർഗറ്റ് ചെയ്യണമെന്നോ, അത് ചെയ്യണമെന്നോ, ഇത് ചെയ്യണമെന്നോ ഒന്നുമല്ല. ലാലേട്ടൻ ഏറ്റവും ലാസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് പറഞ്ഞത് ബാക്കിയുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടി കളിക്കരുത്, നിങ്ങൾ ജയിക്കാൻ വേണ്ടി കളിക്കണം എന്നുള്ളതാണ്. അത് തന്നെയാണ് അക്ബറിൻ്റെ വൈഫ് അക്ബറിനോട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ജയിക്കും, നിങ്ങളുടെ ഉള്ളിലുള്ള ഇനിയും ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്, അത് പുറത്തേക്ക് എടുത്ത് വെച്ച് കളിക്കൂ എന്നുള്ളതാണ്. അവർക്ക് വേറെ പൊളിറ്റിക്സ് ഒന്നും അവിടെ ഉപദേശിച്ച് കൊടുക്കാനുണ്ടായിരുന്നില്ല. ഫാമിലി വീക്കിൽ വന്നിട്ടുള്ള ആര്യൻ്റെ അമ്മ, അവരുടെ ഒരു ജസ്റ്റർ, അവരുടെ ഒരു ബിഹേവിയർ, അവരെല്ലാവരെയും ഒരുപോലെ തന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു, എല്ലാവരെയും സ്വന്തം മക്കളെ പോലെ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ പോലെ. അതിൽ ജിസൈലിനെ കുറിച്ച് പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ജിസൈലിനെയും മകളെ പോലെ എന്ന് ഉള്ളൊരു ചോദ്യം വരുമ്പോൾ ആര്യൻ്റെ അമ്മ പറയുന്നത് ജിസൈൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നാണ്. അതൊരു പക്ഷേ ജിസൈലും ലൈഫിൽ കുറേ മുന്നോട്ട് വന്നിട്ടുള്ള ഒരുപാട് സ്ട്രഗിൾസിനെയൊക്കെ ഫേസ് ചെയ്ത് മുന്നോട്ട് വന്നിട്ടുള്ള കുറേ കൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വുമണാണ്. മാത്രമല്ല ജിസൈൽ ഇപ്പോൾ എൻ്റെ മകളെ പോലെയാണ് എന്ന് അവരെങ്ങാനും പറഞ്ഞു പോയാൽ ഇപ്പോൾ ആര്യൻ ജിസൈൽ കോമ്പിനേഷനിൽ അവിടെയുള്ള കുറേ ചിന്തകളൊക്കെ ഉണ്ട്. ആ ചിന്തകൾക്ക് ഫ്യൂവൽ കൊടുക്കുന്നത് പോലെയാകും. അതൊരിക്കലും അവരുടെ രണ്ടുപേരുടെയും ഗെയിമിന് അത്ര പോസിറ്റീവായിട്ടുള്ളൊരു ഘടകമല്ല. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കുഞ്ഞ് എലമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യൻ്റെ അമ്മ കയറി വരുന്ന സമയത്ത് അനുമോളുണ്ട്. അനുമോളെ അവർ ഗാഢമായി ആശ്ലേഷിച്ച് കെട്ടിപ്പിടിച്ചിട്ടാണ് അവർ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി വരുന്നത്. വേണമെങ്കിൽ ആര്യനെയും ജിസൈലിനെയും കുറിച്ച് ഇത്രയും മോശം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള, ആര്യനുമായി ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അനുമോളോട് അവരേതെങ്കിലും തരത്തിലൊരു ഡിസ്റ്റൻസ് കാണിച്ചിരുന്നെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ അനുമോളുടെ BRന് വളരെയധികം ഉപയോഗിക്കാൻ പറ്റും. മാത്രമല്ല നിങ്ങൾ ആര്യൻ്റെ അമ്മയെ നോക്കിക്കഴിഞ്ഞാൽ ആര്യൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഈ ഹ്യൂമാനിറ്റി വേണം, നമ്മൾ ആളുകളെയൊക്കെ കൺസിഡർ ചെയ്യണം എന്നൊക്കെ പറയുന്നത് അത് ശരിക്കും വരുന്നത് ആര്യൻ്റെ അമ്മയിൽ നിന്നായിരിക്കും. ആര്യൻ അത് കിട്ടിയിട്ടുണ്ടാവുക ആര്യൻ്റെ അമ്മയിൽ നിന്ന് തന്നെയായിരിക്കും എന്ന് ഫീൽ ചെയ്യിപ്പിക്കുന്ന പോലെയാണ് അവരുടെ ഒരു പെരുമാറ്റം എന്ന് പറയുന്നത്. അനുമോളോട് അകൽച്ച കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള് പറഞ്ഞതൊക്കെ സീരിയസ് ആയി എടുത്തിട്ടുണ്ട് എന്ന് അംഗീകരിച്ചു കൊടുക്കുന്നത് പോലെ ആയിപ്പോവും. അനുമോളെ ഇങ്ങനെ വരുമ്പോൾ തന്നെ കെട്ടിപ്പിടിക്കുക, എന്താ മോളെ ഇതൊക്കെ ഗെയിമല്ലേ എന്ന് പറഞ്ഞ് അതിനെ ഒരു ചെറിയ കാര്യമാക്കി കാണാണ്. അതൊരു സില്ലി കാര്യമല്ലേ, അത് നമ്മൾ അങ്ങനെ കണ്ടാൽ മതി, അതൊക്കെ ഒരു ഗെയിം പെർസ്പെക്റ്റീവ് മാത്രമാണ് എന്ന് പറയുമ്പോൾ അനുമോൾ ഉന്നയിച്ചിട്ടുള്ള വാദഗതികളെ കൂടി വളരെ ലൈറ്റാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു ഭയങ്കര സ്ട്രാറ്റജിക്കൽ ഇമ്പാക്റ്റ് ആര്യൻ്റെ അമ്മ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ അവർ എല്ലാവരെയും വീട്ടിലേക്ക് വിളിക്കുന്നു. ഈ പറയുന്ന ലക്ഷ്മി അടക്കം വിളിക്കുമ്പോഴും ആദിലയും നൂറയും ഞാനിവരെ അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്, എൻ്റെ മക്കളെ പോലെയാണ്, എൻ്റെ പെൺമക്കളാണ്, അവർക്ക് അമ്മ വന്നിട്ടില്ല എന്നുള്ള വിഷമത്തിൻ്റെ കാര്യം ഇനി ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല ആര്യൻ്റെ അമ്മ ഇത്രയും സ്നേഹനിധിയായ എല്ലാവരോടും സംസാരിക്കുന്ന സമയത്ത് അവരുണ്ടാക്കി വെക്കുന്ന ഒരു ഇമേജ് ഉണ്ട്, ഒരു സ്നേഹത്തിൻ്റെ ഒരു ഇമേജ് ഉണ്ട്. ഇനി അനുമോൾ ആര്യനെക്കുറിച്ച് എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാര്യം പറഞ്ഞു എന്ന് വിചാരിക്കും. ഇപ്പോൾ ആര്യൻ്റെ അമ്മ വന്നപ്പോഴും ആര്യൻ്റെ ബ്രദർ വന്നപ്പോഴും അനുമോളോട് അത്രയും സ്നേഹത്തിലാണ് പെരുമാറിയിട്ടുള്ളത്, അത്രയും ക്ലോസ് ആയിട്ട് അവരുടെ ഗെയിമിനെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനൊരു രീതിയിലാണ് സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇനി അനുമോൾ ആര്യനെക്കുറിച്ച് എന്തെങ്കിലും മോശം കാര്യം പറഞ്ഞുണ്ടാക്കിയാൽ അല്ലെങ്കിൽ ഒരു ഇല്ലാത്ത കാര്യത്തിന് വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ ആര്യന് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് ആര്യൻ ആസ് എ ഗെയിമർ എന്നുള്ളതല്ല, ഈ അമ്മയുടെ മകനെയാണല്ലോ നീ കുറ്റം പറയുന്നത്, അവിടെ ആര്യൻ ഈ അമ്മയുടെ മകനായിട്ട് മാറും. ഈ അമ്മ ഉണ്ടാക്കിയിട്ടുള്ള സ്നേഹത്തിൻ്റെ ഒരു ഇമേജ് എന്ന് പറയുന്നതിൻ്റെ പ്രൊട്ടക്ഷൻ ഭയങ്കരമായിട്ട് ആര്യന് കിട്ടും. ഇത് ആര്യൻ ജിസൈലിനോട് പറയുന്നുണ്ട്. ഈ ആര്യനെയും ജിസൈലിനെയും ആദിലയുടെയും നൂറയുടെയും ഫ്രണ്ട്സായിട്ട് വന്നിട്ടുള്ള ദിയാസന അവഹേളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ഹ്യൂമാനിറ്റീസ് ആണോ പഠിച്ചത് എന്ന് പറയുന്ന അവർ ഹ്യൂമാനിറ്റിയെക്കുറിച്ചാണല്ലോ എപ്പോഴും പറയുന്നത്. ആ ഒരു പുച്ഛിക്കൽ പരിപാടിയൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് ആര്യൻ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്.
ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സ്നേഹം കൊടുക്കുക, സ്നേഹം കൊടുത്തിട്ട് പോവുക, അല്ലാതെ നിങ്ങളിവിടെ ആരെയും ഉപദേശിക്കാൻ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളതാണ്. ആ കാര്യത്തിനെ കൃത്യമായി ആര്യൻ്റെ അമ്മ പാലിക്കുമ്പോഴും അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, അത് ആര്യന് കൊടുക്കാൻ പോകുന്ന ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. പിന്നെ ഒരു ഡിസ്കഷൻ ഉണ്ടാക്കിയ വരവെന്ന് പറയുന്നത് അത് ലക്ഷ്മിയുടെ അമ്മയുടെ വരവായിരുന്നു. ലക്ഷ്മിയുടെ അമ്മ വന്നു കയറിയതിന് ശേഷം ആദ്യം ലക്ഷ്മിയോട് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴേ അതായത് അവർ വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ലക്ഷ്മിയോട് നീ അന്ന് മാപ്പ് പറഞ്ഞത് ശരിയായി, ഈ ഒനീലിൻ്റെ കാര്യത്തിൽ നീ മാപ്പ് പറയണമായിരുന്നു, അങ്ങനെ നീ ചെയ്തത് ആസ് എ മദർ എനിക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും നൽകുന്ന കാര്യമാണെന്ന് അവർ ലക്ഷ്മിയോട് അവതരിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം അവർ എല്ലാവരെയും ഇഷ്ടമാണ്, എല്ലാവരും വീട്ടിലേക്ക് വരണം എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ ആദിലയോടും നൂറയോടും പറഞ്ഞത് ഇവൾ വീട്ടിൽ കയറ്റാത്തതുകൊണ്ട് നിങ്ങൾ സിറ്റ് ഔട്ടിലൊക്കെ വന്നിരുന്നാലും മതി എന്ന് പറയുന്ന പോലെ ഒരു സെൻറ്റൻസ് പറയുന്നുണ്ട്. അതിന് കുറേ ആളുകളെങ്കിലും വളരെ നെഗറ്റീവായി ട്രീറ്റ് ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നി. എനിക്ക് പേഴ്സണലി അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഫീൽ ചെയ്തത്, നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരണം, ഇപ്പം എൻ്റെ മോൾ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് നിങ്ങൾ സിറ്റ് ഔട്ടിലിരുന്നാലും മതി എന്ന് പറയുന്ന ആ ഒരു ഫൺ എലമെൻറ്റ്, അല്ലെങ്കിൽ അതിനെ അവൾ ഈ പറഞ്ഞ കാര്യത്തിനെ കുറച്ചും കൂടി ലൈറ്റായി എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ആ ഒരു സീരിയസ് മൈൻഡിൽ തന്നെയാണ് അമ്മ അവരെ ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് വരണ്ട എന്നല്ലേ പറയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞാലും പുറത്ത് നിന്നാൽ മതി എന്നാണല്ലോ. ഈ സിറ്റ് ഔട്ടിലിരിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളൊരാളെ സ്വീകരിച്ചിരുത്തുന്ന പോലെ തന്നെയാണ്. പിന്നെ അവിടം വരെ എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീൽ അത് ഇവൾ ഈ പറഞ്ഞു വെച്ചതുകൊണ്ടാണെന്ന് പറയുന്ന എനിക്കതിലൊരു നെഗറ്റീവ് സാധനം ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ അത് പെട്ടെന്ന് കേൾക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ആലോചിച്ചെടുക്കാം, പിന്നെ അവരോട് രണ്ടുപേരോട് മാത്രം സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് പൊക്കോളാൻ പറഞ്ഞു എന്ന് പറയുന്ന ഒരു രീതിയിലല്ലല്ലോ. നിങ്ങളെ ഞാൻ അവിടം വരെയും കയറ്റും. അതായത് പ്രത്യക്ഷത്തിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് ലക്ഷ്മി ആ പറഞ്ഞത് ഭയങ്കര മോശമായിപ്പോയി എന്ന് ആഞ്ഞടിക്കുന്നതിന് പകരം അതിനൊന്നുകൂടി ഒരു ലൈറ്റർ സ്റ്റേജിലേക്ക് എടുത്തിട്ട് ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ വിചാരങ്ങളൊക്കെ അല്ലേ മക്കളെ, നിങ്ങളത് വിട്ട് കളയൂ, നിങ്ങൾ വരൂ, വീട്ടിലേക്ക് വരൂ എന്ന് പറയുന്ന ഒരു ഇൻവിറ്റേഷൻ ആയിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. അവരങ്ങനെ ഒരു വെറുപ്പ് പേറിക്കൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നുവെങ്കിൽ അവർ വന്ന ആ സമയം മുതലേ തന്നെ എല്ലാവരോടും, ഈ രണ്ട് പേരോടടക്കം എല്ലാവരോടും സ്നേഹം തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ മകൾ കാണിച്ച ഒരു റോങ് ആയിട്ടുള്ള കാര്യത്തിന് മാപ്പ് പറഞ്ഞതിനെ അവർ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്, അവരും സോറി പറയാൻ തയ്യാറാവുന്നുണ്ട് എന്ന് പറയുന്ന ആ ഒരു നിലയിലാണുള്ളത്. ഇപ്പോൾ ഒനീലിൻ്റെ അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ അതിൽ നിന്ന് റിക്കവർ ആവാൻ കുറച്ച് സമയം എടുത്തു. ഇപ്പോൾ ആ ഒരു സംഭവം നടക്കുന്ന സമയത്താണെങ്കിൽ അത് അവരെയും ഇമോഷണലി ഹിറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. എന്നാൽ പോലും ആ ഒരു സംഭവമൊക്കെ അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. പക്ഷേ ലക്ഷ്മിയുടെ അമ്മ ഇതിപ്പോൾ എന്താണെന്നറിയാം, ഇപ്പോൾ എൻ്റെ മോനാണ് അങ്ങനെ ഒരു കാര്യം കാണിക്കുന്നതെങ്കിൽ എൻ്റെ മകൻ എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ അവൻ്റെ ഒരു ചിന്തയുടെ ഭാഗമായിട്ട് ഈ പ്രായപൂർത്തിയായിട്ടുള്ള ഒരാളാണല്ലോ, അപ്പോൾ അയാളോട് നീ ഇങ്ങനെ മാറി ചിന്തിച്ചേ പറ്റൂ എന്ന് പറയുന്നതിന് പകരം നിൻ്റെ വിചാരം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടെ, പക്ഷേ ഞാൻ അവരെ അക്സെപ്റ്റ് ചെയ്യും, അത് എൻ്റെ തീരുമാനമാണ് എന്ന് പറയുന്നൊരു ഫീലിലാണ് എനിക്കത് ഫീൽ ചെയ്തത്. ഞാൻ എൻ്റെ മകനെ തള്ളി പറയില്ല, പക്ഷേ മകൻ ഇങ്ങനൊരു കാര്യം പറയുമ്പോൾ എനിക്ക് അവരെ മാറ്റി നിർത്താൻ പറ്റില്ല. ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അവരെ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ആ ഒരു ആംഗിളിലാണ് അത് ഫീൽ ചെയ്തത്. ഈ ഫാമിലി മെമ്പേഴ്സൊക്കെ വന്നു തുടങ്ങിയതിന് ശേഷം വളരെ പ്രകടമായ വ്യത്യാസങ്ങളിൽ ഒന്ന് കണ്ടു തുടങ്ങിയിട്ടുള്ളത് ഷാനവാസിലാണ് എന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നെനിക്കറിയില്ല. ഈ ബിഗ് ബോസ് സീസൺ 7 മലയാളം സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് തന്നെ ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണ കിട്ടും എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ വോട്ടുകളൊക്കെ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ സീരിയൽ രംഗത്ത് നിന്ന് വരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ആ രീതിയിലൊരു വലിയ സപ്പോർട്ട് കിട്ടും എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരിക്കുന്ന അനുമോളും ഷാനവാസും ഒക്കെ ആ ബിഗ് ബോസ് ഹൗസിലുണ്ട്. പക്ഷേ ഇവരുടെ ഒക്കെ ഫാമിലി മെമ്പേഴ്സ് വരുമ്പോഴും അവരെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആളുകളുടെ പേരെടുത്ത് നോക്കുമ്പോൾ അതിൽ ഷാനവാസും അനുമോളും ഒക്കെ വളരെ കുറവായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എല്ലാവരോടും ഇഷ്ടമാണ്, എല്ലാവരെയും പേരെടുത്ത് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെ ഒരു ഫേവറിറ്റ് ആരാണ് എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ മറ്റ് ചില പേരുകളിലേക്കൊക്കെയാണ് ഇത് ഫോക്കസ്ഡ് ആവുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഷാനവാസിൻ്റെ മകൾ നെവിനോട് കാണിച്ചിട്ടുള്ള ഒരു സ്നേഹമാണ്. അതിനുശേഷം അവിടെ വന്നിട്ടുള്ള പല ആളുകളും നെവിൻ്റെ ഗെയിം, അല്ലെങ്കിൽ നെവിൻ ഭയങ്കര എൻ്റർടൈനിങ് ആണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നതാണ്. ഈ സംസാരങ്ങൾ ഷാനവാസിന് നെവിനോടുള്ള ആറ്റിറ്റ്യൂഡിൽ പ്രകടമായ ഒരു വ്യത്യാസം തന്നെ വരുത്തിയിട്ടുണ്ട്. കാരണം ഷാനവാസും നെവിനും കൂടിയുള്ളൊരു കോൺവെർസേഷൻ ഉണ്ട്. ആ കോൺവെർസേഷനിൽ ഞാൻ ഈ പ്രശ്നം ആളി പടർത്താൻ നോക്കിയിട്ടില്ല, ഇതൊരു വലിയ പ്രശ്നം ആക്കാനായിരുന്നെങ്കിൽ എനിക്ക് എന്നെ ആക്കാമായിരുന്നു, നിന്നെ പല ആളുകളും ഈ വിഷയം വെച്ചുകൊണ്ട് മുതലെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് നെവിനെ അയാൾ കൺവിൻസ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തുകയാണ്. അതായത് ഈ വിഷയം ഊതിപ്പെരുപ്പിച്ചത് അക്ബറാണ് എന്നുള്ള രീതിയിൽ ഷാനവാസ് സംസാരിക്കുമ്പോൾ ആക്ച്വലി ഈ വിഷയം ഊതിപ്പെരുപ്പിക്കാൻ ഇടയായത് ഷാനവാസ് ഇത് ആദിലയോട് പറഞ്ഞു എന്നുള്ളതും അതിനുശേഷം ആദിലയും നൂറയൊക്കെ അവരുടെ കോൺവെർസേഷൻ്റെ ഭാഗമായി ഈ വിഷയത്തിന് ഊതിപ്പെരുപ്പിച്ചു എന്നുള്ളതുമാണ്. പക്ഷേ ഷാനവാസ് അവിടെ അവർ രണ്ടുപേരെയും മാറ്റി നിർത്തിയിട്ട് ഇത് അക്ബറിലേക്ക് തിരിച്ചു വിടുകയും നെവിനുമായിട്ട് നമ്മൾ തമ്മിലുള്ള ആ ചിരിയും കളിയും തമാശയും ആ കണ്ടൻറ്റും ഒക്കെ എനിക്ക് വേണം എന്നാണ് പറയുന്നത്. കാരണം നെവിന് ഇങ്ങനൊരു സ്വീകാര്യതയുണ്ട് എന്നയാൾ മനസ്സിലാക്കി കഴിഞ്ഞു. അത്രയും സ്വീകാര്യതയുള്ള ഒരുത്തനുമായി നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടുമല്ലോ. ഒരു ഫൺ എലമെൻറ്റ് ആളുകൾക്ക് ട്രോൾ അടിക്കാനും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ട് കൊടുക്കാനും
പോകാനോ ഒക്കെ എന്തെങ്കിലും എലമെൻറ്റ് വേണമെങ്കിൽ നെവിൻ്റെ സപ്പോർട്ട് വേണമെന്നുള്ളത് ഷാനവാസ് മനസ്സിലാക്കുകയാണ്. അതുപോലെ നിങ്ങൾ ബിന്നിയുടെ ഹസ്ബൻഡും വന്നതിന് ശേഷമുള്ള സമയം നോക്കുമ്പോഴും ക്യാമറ സ്പേസ് എവിടെയുണ്ടോ അവിടെ നെവിൻ ഉണ്ട് എന്നുള്ള രീതിയിലാണ് നെവിൻ അവരെ ശല്യം ചെയ്തതിനെ ആളുകൾ പോർട്രേ ചെയ്തിട്ടുള്ളത്. പക്ഷേ നെവിൻ അവരുടെ കൂടെ ഇരിക്കുന്ന സമയങ്ങളിൽ മാത്രമാണ് അവരെ രണ്ടുപേരെയും നമ്മൾ ക്യാമറയിൽ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായും നെവിനുള്ള ഒരു പ്രേക്ഷക പ്രീതി എന്ന് പറയുന്നത് അത് ഷാനവാസിന് മനസ്സിലായിട്ടുണ്ടാകും. പിന്നെ ഷാനവാസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഷാനവാസ് ഒച്ച ഉണ്ടാക്കുകയും മറ്റേ തന്തയ്ക്ക് വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഷാനവാസ് ഒറ്റയ്ക്ക് കളിക്കാറുള്ളത്. അല്ലാതെ ഏത് സിറ്റുവേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഷാനവാസിന് ഒരാൾ കൂടെ ഉണ്ടായേ പറ്റൂ. ആദില നൂറ എപ്പോൾ വേണമെങ്കിലും അത് മറ്റേ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് അവരോട് പോയിരുന്ന് എന്തെങ്കിലുമൊക്കെ പരദൂഷണങ്ങൾ പറഞ്ഞാൽ ആ രീതിയിൽ കുറച്ച് ക്യാമറ സ്പേസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റാരോടെങ്കിലും ഉള്ള വ്യക്തി വൈരാഗ്യം അവരിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാം. ഈ കഴിഞ്ഞ 1-2 ആഴ്ച നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ അനീഷ് ആയിരുന്നു. പക്ഷേ അനീഷ് വളരെ വിദഗ്ധമായി തന്നെ അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. ഫുഡും അതുപോലെയുള്ള കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്ന് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് മട്ടൻ ബിരിയാണി വന്നതിൽ ഒരു പീസ് ഷാനവാസ് എടുക്കുന്നുണ്ട്. ഷാനവാസ് ആ കാണിച്ചത് ഭയങ്കര മോശം കാര്യമാണ്. വിളമ്പി വെച്ചിരിക്കുന്ന മറ്റൊരാളുടെ പ്ലേറ്റിൽ നിന്ന് കൈയിട്ടെടുക്കുക എന്ന് പറയുന്നത് അത് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വീട്ടിൽ കാണിച്ചോളൂ, നിങ്ങളുടെ വീട്ടുകാർ, മക്കൾ, ഭാര്യ, അവർക്കൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ലായിരിക്കും. നിങ്ങളുടെ കൈ എന്ന് പറയുന്നത് അവർ സംശുദ്ധമായി കാണുമായിരിക്കും. പക്ഷേ ബാക്കി എല്ലാവർക്കും അങ്ങനെയല്ല. മറ്റൊരാളുടെ പ്ലേറ്റിൽ കൈയിട്ട് ഒരു സാധനം എടുക്കുക എന്നുള്ളത് അത് വിളമ്പിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ കുറച്ച് സമാധാനമായിട്ട് കാത്തിരിക്കുക എന്നുള്ളതാണ്. പിന്നെ വിളമ്പിക്കൊണ്ടിരുന്ന അനുമോളും വിളമ്പുന്ന കാര്യത്തിലെ പാർഷ്യാലിറ്റി ഇതിനു മുമ്പും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ പോലും നമ്മൾ പറയേണ്ടത് ഷാനവാസിൻ്റെ ഈ ഹൈജീനിക് ആയിട്ടുള്ള അപ്രോച്ച് തന്നെയാണ്. ഇതിനു മുമ്പ് ലക്ഷ്മിയും ഇത് അതിശക്തമായി തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ കൈയിട്ട് ഇത് എടുക്കരുത്, അങ്ങനെ ഡീൽ ചെയ്യരുതെന്ന് പറയുമ്പോഴും ഷാനവാസ് പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ അങ്ങനെ ചെയ്തേ അടങ്ങൂ എന്നുള്ളതാണ്. അത് ഭയങ്കര മോശമായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. ഇപ്പോൾ ഷാനവാസ് ഈ മട്ടൻ കൈയിട്ടെടുത്തത് തെറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ആര്യനും ഇതേ കാര്യം ചെയ്യുന്നുണ്ട്. ആര്യൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളതും തെറ്റ് തന്നെയാണ്. അപ്പോൾ ഈ വിഷയത്തിനെ ചൊല്ലി ഉണ്ടാകുന്ന തർക്കത്തിൽ അനീഷ് ഷാനവാസിനെ നല്ലോണം പ്രകോപിപ്പിക്കുകയും ഷാനവാസ് ഫുഡ് മുഴുവൻ കഴിക്കാനുള്ളത് മറ്റേ മീറ്റെല്ലാം കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് ലാസ്റ്റ് അനീഷ് ചോദിക്കുന്ന ചോദ്യത്തിനോട് ദേഷ്യപ്പെട്ട് എണീറ്റ് പോകുന്ന ഷാനവാസിനെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ട് ഷാനവാസ് അനീഷ് എന്ന് പറയുന്ന കോംബോയിൽ നിന്ന് ഇപ്പോൾ ഡിറ്റാച്ച്ഡ് ആണ്. അത് അനീഷും അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതായിട്ടാണ് നമ്മുടെ മുൻ ദിവസങ്ങളിലെ അനാലിസിസിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഷാനവാസിന് ഇപ്പോൾ ഒരു കോംബോ വേണം, ഇപ്പോൾ ഒരു കൂട്ട് വേണം. ആ കൂട്ടെന്ന് പറയുന്നത് അഭിലാഷ് പോയതിനെ തുടർന്ന് ഒറ്റയ്ക്കായിട്ടുള്ള ഒനീലിനെ അദ്ദേഹം കൂട്ടുപിടിക്കുന്നുണ്ട്. ജിസയിൽ ആര്യൻ ആ ഒരു വിഷയമൊക്കെ വരുമ്പോൾ പുള്ളി അവിടെ പോയിരുന്ന് സംസാരിക്കുന്നുണ്ട്. അക്ബറിനെതിരെയുള്ള മരുന്ന് ഇട്ടിട്ട് കൊടുത്ത് ഒനീലിൻ്റെ കൂടെ തന്നെ ഷാനവാസ് നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. നെവിനെയും ഇങ്ങനൊരു ടോക്കിലൂടെ തൻ്റെ സൈഡിലേക്ക് കൊണ്ടുവരാൻ, ഇത്രയും പ്രേക്ഷക പ്രീതിയുള്ളൊരു ക്യാരക്ടറിനെ തൻ്റെ കൂടെ കൊണ്ടുവരാനും അതുവഴി കണ്ടന്റ് ഉണ്ടാക്കണം എന്ന് പറയുന്ന ഒരു കാര്യമൊക്കെ ഇയാൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ നെവിൻ അതിനോട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. പക്ഷേ നെവിനെ നമ്മളങ്ങനെ കുറച്ച് കാണാൻ പാടില്ല. ഷാനവാസ് വന്ന് 4 ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ അതിൽ വീണ് പോകുന്ന ഒരു ക്യാരക്ടർ അല്ല നെവിൻ്റെത്. നെവിൻ ഗെയിം കളിക്കാൻ വന്നിട്ടുള്ള ആളാണ്. എന്നെ കുടിച്ച വെള്ളത്തിൽ പോലും ഇവിടെ വേറെ ആരും വിശ്വസിക്കരുത് എന്ന് നെവിൻ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതുമാണ്. ഈ കൂട്ടുകെട്ട് നെവിൻ കഴിഞ്ഞ തവണത്തെ പോലെ ബുദ്ധിമുട്ടാക്കുന്നതിന് വരെ നെവിൻ ഇതിനെ നല്ലോണം യൂസ് ചെയ്യുമെന്ന് തന്നെയാണ് തോന്നുന്നത്. നെവിൻ്റെ സിസ്റ്റർ വന്നിട്ട് നെവിനോട് മറ്റേ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുമ്പോൾ പറയുന്നുണ്ട് നിൻ്റെ ഗെയിം ഫുഡിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്നു എന്നുള്ളത്. അപ്പം നെവിൻ അതിന് കൊടുക്കുന്ന മറുപടി അത് നിനക്കെന്നെ അറിയാത്തത് കൊണ്ടാണ്, നീ ശരിക്കും എൻ്റെ ഗെയിം കാണാനിരിക്കുന്നേ ഉള്ളൂ എന്നുള്ളൊരു ടോണിലാണ്. അയാളുടെ ഉള്ളിൽ അത്രയും കോൺഫിഡൻസ് ഉണ്ട്. അയാൾ അത്രയും നല്ലൊരു ഗെയിമറുമാണ്. ഗെയിം നല്ലോണം ഒന്ന് കളിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ നെവിൻ അടിപൊളിയാക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം പുറത്ത് ഭയങ്കര വിഷയമൊക്കെ നടക്കുമ്പോഴും നെവിൻ അനുമോളുടെ അടുത്ത് പോയിരുന്നിട്ട് ഈ മട്ടൻ ബിരിയാണി കഴിച്ചിട്ട് പഴയ പോലെ പോളിംഗ് ഒന്നും പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ അയാളുടേതായിട്ടുള്ള ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അയാളുടെ ഉള്ളിൽ കുറേ സ്ട്രാറ്റജികളും പരിപാടികളുണ്ട്. അതൊക്കെ ഒന്ന് അയാൾ ശരിക്കും തുറന്നു വിടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഫാമിലി വീക്കിനൊക്കെ ശേഷം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരുപാട് മൂവ്സ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ എടുത്തു പറയേണ്ട ഒരു ഫാമിലി മെമ്പർ അത് ബിന്നിയുടെ ഹസ്ബൻഡ് വന്നാണ്. നൂബിൻ വളരെ ഗംഭീരമായിട്ട് തന്നെ അയാളുടെ ഒരു റോൾ അതിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ അയാൾ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നുള്ളത് അയാൾ ആക്ച്വലി കാണിച്ചു തരുമായിരുന്നു. അയാൾ മറ്റാരുടെയും ഗെയിമിൽ ഇടപെട്ടിട്ടില്ല, വേറെ ആരും ഉപദേശിക്കാൻ പോയിട്ടില്ല. അയാൾ ഇരിക്കുന്ന സമയത്ത് ഗെയിം സ്ട്രാറ്റജികൾ മറ്റാരെങ്കിലും ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അവിടെ പോയിരുന്നത് കേട്ട് ബിന്നിയെ സഹായിക്കുക, ഇങ്ങനെയുള്ള ഒരു പരിപാടിക്കും പുള്ളി നിന്നിട്ടില്ല. പുള്ളി അവിടെ ഉണ്ടായിരുന്നു, ബിന്നിക്കൊപ്പം ഉണ്ടായിരുന്നു, ബിന്നിയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതേസമയം ബിന്നിയുടെ ഭാഗത്തു നിന്നാണ് മൊത്തത്തിലൊരു വീഴ്ച ഉണ്ടായതുപോലെ. എന്ന് വെച്ചാൽ ഒരു എക്സ്ട്രാ പ്രിവിലേജ് കിട്ടുന്ന സമയത്ത് മുൻപായിരുന്നെങ്കിൽ ബിന്നി ശക്തമായി ശബ്ദമുയർത്താതിരുന്ന പലയിടത്തും ബിന്നി ശബ്ദമുയർത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ ആഴ്ചയാണെങ്കിൽ ബിന്നി ക്യാപ്റ്റനും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പവർ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, ഒന്നിലധികം തവണ. പക്ഷേ ആ ആർഗ്യുമെൻറ്റ്സിൻ്റെ ഒക്കെ പ്രശ്നം ബിന്നിയുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള വാലിഡ് പോയിൻറ്റ്സ് ഇല്ലായിരുന്നു. ബിന്നിയുടെ ഭാഗത്തുനിന്ന് തന്നെ വീഴ്ച ഉണ്ടായപ്പോൾ പോലും ബിന്നി അത് വാദിച്ച് ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും ഓപ്പോസിറ്റുള്ള ആളുകൾ കൃത്യമായ പോയിൻറ്റ്സ്
പറയുന്ന സമയത്ത് ബിന്നിക്ക് സൈലൻ്റ് ആവേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. പിന്നെ ആസ് എ ക്യാപ്റ്റൻ അവർ ഫെയിലായി പോകുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷുമായിട്ടുള്ളൊരു വാഗ്വാദത്തിൻ്റെ മുന്നോട്ട് പോകുമ്പോൾ ഇവർ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക എന്നുള്ളതാണല്ലോ ഒരു ക്യാപ്റ്റൻ ചെയ്യേണ്ടത്. പക്ഷേ അനീഷിനോട് വാദിച്ച് അനീഷ് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് തന്നെ സംസാരിക്കുന്നുണ്ട്. ആ വാദങ്ങൾക്കൊക്കെ ഒടുവിൽ എന്നാൽ ഞാനും കാണിച്ചു തരാടോ എന്ന് പറയുന്ന ഒരു വെല്ലുവിളിയിലേക്ക് ബിന്നി മാറുന്നുണ്ട്. ബിന്നി അവിടുത്തെ മറ്റെല്ലാ പ്ലെയറേയും പോലും ഒരു പ്ലെയർ അല്ല, ബിന്നി അവിടുത്തെ ക്യാപ്റ്റനാണ്. അപ്പോൾ കാര്യങ്ങളെ കൃത്യമായി ഡീൽ ചെയ്യുക, ഈ പറയുന്ന അനീഷിനെ ആണെങ്കിലും എങ്ങനെയാണോ ഡീൽ ചെയ്യേണ്ടത് അങ്ങനെ ഡീൽ ചെയ്ത് ഒതുക്കുക എന്ന് പറയുന്നത് അവിടെയൊക്കെയാണ് അവരൊരു കഴിവ് കാണിക്കേണ്ടിയിരുന്നത്. പക്ഷേ നമുക്കൊരു കംഫർട്ട് സോൺ കിട്ടുമ്പോൾ, അതായത് അതുവരെ ഇല്ലാതിരുന്ന പെട്ടെന്നുള്ളൊരു കംഫർട്ട് സോണിലേക്ക് വരുമ്പോൾ നമ്മൾ വീക്കാവും എന്ന് പറയുന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു ബിന്നിയുടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ ഗെയിം. ഇങ്ങനെ പല വിധത്തിലുള്ള തല്ലിപ്പൊളി കോൺവെർസേഷൻസിൻ്റെ ഇതിനിടയിൽ സ്ഥിരം നമ്മൾ ഈ ഫസ്റ്റ് ഡേ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന അതേ ആർഗ്യുമെൻറ്റ്സും പരിപാടികളൊക്കെ പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. അനുമോളുടെ കരച്ചിൽ നാടകവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ അതിലേക്കൊന്നും ഒത്തിരി ഊളിയിട്ട് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അനുമോളും നെവിനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതുകൊണ്ട് അതൊന്ന് സൂചിപ്പിക്കുകയാണ്. നെവിൻ്റെ ഫാമിലി മെമ്പേഴ്സ് അമ്മയും സഹോദരിയുമാണ് വന്നത്. അവർ വന്നു പോവുകയും ചെയ്തു. അപ്പോൾ അനുമോൾ നെവിനെ ഉപദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നെവിൻ ഈ അമ്മയും അനിയത്തിയും വരുന്നതിനേക്കാൾ കൂടുതൽ ഹാപ്പി ആകുമായിരുന്നു അത്രേ നെവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വന്നിരുന്നെങ്കിൽ. ആ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നെവിൻ കുറേയും കൂടി ആഘോഷിക്കുമായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്, പിന്നീടാണെങ്കിലും പറയുന്നുണ്ട്. അപ്പോൾ ആ ബെസ്റ്റ് ഫ്രണ്ട് വരാൻ നെവിൻ ഒത്തിരി ആഗ്രഹിച്ചു. പക്ഷേ അങ്ങനെയല്ല വേണ്ടത്. നമുക്കൊരു പനി വന്നു പോയാൽ, നമ്മളൊന്ന് കിടന്നു പോയാൽ നമ്മൾ നോക്കാൻ നമ്മുടെ വീട്ടുകാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് വീട്ടുകാരെ കഴിഞ്ഞിട്ടേ ഫ്രണ്ട് ഉണ്ടാവാൻ പാടുള്ളൂ. അത് അങ്ങനെ തന്നെയാണ് വേണ്ടതെന്നൊക്കെ നെവിനോട് വാദിക്കാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് അനുമോള് മറ്റേ കയ്യിൽ നിന്നിട്ട് ഭയങ്കര ഊർജ്ജസ്വലയായി പറയുന്ന ഡയലോഗ്, നീ മാറും, നീ പഠിക്കും, നിന്നെ ഞാൻ മാറ്റിയെടുക്കും എന്നാണ്. അതായത് ഫ്രണ്ടിനേക്കാൾ വലുതായിട്ട് നീ നിൻ്റെ ഫാമിലിയെ കാണുന്ന രീതിയിൽ നിന്നെ ഞാൻ മാറ്റിയെടുക്കും എന്നുള്ളത്. ഇവിടെ അനുമോളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അനുമോൾക്ക് സുഹൃത്തുക്കളെ, വ്യക്തികളെ, ബന്ധങ്ങളെ മനസ്സിലാക്കാനുള്ള യാതൊരു കഴിവും ഇല്ല എന്നുള്ളതാണ്. ഇപ്പം നെവിനോട് ഉപദേശിച്ചൊന്ന് നോക്കിയേ, നമ്മുടെ സുഹൃത്തുക്കളൊന്നും നമ്മുടെ കൂടെ ഉണ്ടാവില്ല, ഫാമിലി മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഫാമിലി ഫസ്റ്റ്, അത് കഴിഞ്ഞേ ഫ്രണ്ട് വരാൻ പാടുള്ളൂ എന്നാണ്. അനുമോളുടെ ബിഗ് ബോസ് ഹൗസിലെ ഇപ്പോഴത്തെ ഏറ്റവും ക്ലോസസ്റ്റ് ഫ്രണ്ട്സ്, അനുമോൾ അങ്ങനെ ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല, ഈ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കാം. പക്ഷെ അപ്പോൾ പോലും ഈ പറയുന്ന ക്ലോസ് ഫ്രണ്ട്സ് ആയിരിക്കുന്ന ആദിലെയും നൂറയും നിങ്ങൾ തമ്മിലുള്ള സൗഹൃദം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിനേക്കാൾ വലുതാണ് നിങ്ങളുടെ ഫാമിലിയുടെ ഇഷ്ടം. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് മാപ്പ് പറഞ്ഞ് തിരിച്ച് ഫാമിലിയിലേക്ക് പോകണം എന്ന് അനുമോൾ ഉപദേശിക്കുമോ? ഇല്ലല്ലോ. പക്ഷേ അതേ അനുമോളാണ് നെവിനെ പോയി ഇതേ കാര്യം ഉപദേശിക്കാൻ നിൽക്കുന്നത്. ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ അവർ കടന്നു പോയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാവും. അതിലൂടെ അവർ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. അവരുടെ പ്രയോറിറ്റീസും പ്രിഫറൻസുകളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞും ഒക്കെ ഇരിക്കും. അത് ആരുടെയും കുറവുകൊണ്ടല്ല. ഇപ്പം നെവിൻ്റെ അമ്മയും സഹോദരിയും വരുന്നതിനേക്കാൾ സുഹൃത്ത് വരണമെന്ന് ആഗ്രഹിക്കുന്നത് അയാൾ കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഉള്ളിൽ നിന്നുള്ള എക്സ്പ്രഷൻസ് വരാമായിരുന്നു. മാത്രമല്ല ബിഗ് ബോസ് ഹൗസിലേക്ക് അയാൾ വന്നത് ആ സുഹൃത്തിൻ്റെ മോട്ടിവേഷൻ ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അയാൾ വരുമ്പോഴാണ് അമ്മയും അനിയത്തിയും വരുന്നതിനേക്കാൾ കുറച്ചും കൂടി ഫ്രീ ആയിട്ട് ഹാപ്പി ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അല്ലാതെ അമ്മയും അനിയത്തിയും വരണ്ടായിരുന്നു എന്ന് അയാൾ എവിടെയും പറഞ്ഞിട്ടില്ല. ഈ അനുമോൾ ഇതിനെ ആ ഒരു രീതിയിൽ നോക്കി കണ്ടിട്ട് അവരെയാണ് നീ സ്നേഹിക്കേണ്ടതെന്നൊക്കെ ഞാൻ നിന്നെ പഠിപ്പിച്ചെടുക്കും. അതായത് ഈ പ്രായത്തിൽ കുറവുള്ള ആളാണല്ലോ, അതുകൊണ്ട് എനിക്ക് ഇയാളെ മാനിപ്പുലേറ്റ് ചെയ്ത് ഞാൻ പറയുന്നതൊക്കെ അനുസരിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെയുള്ള അങ്ങനെ കുറേ ചിന്തകളുടെയൊക്കെ ഭാഗമായിട്ടായിരിക്കും. നെവിൻ കുറച്ച് മര്യാദയുള്ള ഒരാളായതുകൊണ്ട് മാത്രമാണ് അനുമോൾ വലിയ തട്ടുകേടില്ലാതെ ആ കോൺവെർസേഷനിൽ നിന്ന് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ നല്ലോണം കിട്ടിയാൽ നെവിൻ്റെ കയ്യിൽ നിന്ന്. ആൻഡ് അനുമോൾക്ക് അനുമോൾ എന്ന് പേരിട്ടത് അറിഞ്ഞിട്ടത് തന്നെയാണെന്ന് തോന്നുന്നു. ഇതുവരെയും ആ അനുമോളിലെ മോൾക്ക് ഒരു വളർച്ച സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും കുട്ടിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതിനൊരു മാറ്റം ഭാവിയിൽ എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ. നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവട്ടെ. ബന്ധങ്ങളുടെ തീവ്രതയും വ്യക്തികളുടെ മനസ്സിലുള്ള കാര്യങ്ങളെയൊക്കെ കുറച്ചൊക്കെ റീഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ കുറച്ചെങ്കിലും മനസ്സിലാക്കാനുള്ള ശ്രമങ്ങളൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കഴിഞ്ഞൊരു 1-2 ആഴ്ചത്തെ എസ്പെഷ്യലി ഈ ഫാമിലി വീക്കും കൂടി ഇങ്ങനെ തീരാറാവുന്ന സമയത്ത് പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങൾ നമ്മൾ കാണുന്നത് ഒന്ന് അനീഷിലാണ്. അനീഷ് ഷാനവാസ് കോമ്പിനേഷനിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു വ്യത്യാസം നമുക്ക് കാണാനുണ്ട്. അതുപോലെ തന്നെ ആര്യൻ ജിസൈൽ കോമ്പിനേഷനിൽ ഒരു ചേഞ്ച് അതും നമ്മൾ പ്രകടമായി കാണുന്നുണ്ട്. പിന്നെ ഒരു വ്യത്യാസം ഈ ഷാനവാസും നെവിനും തമ്മിലുള്ള, അതായത് ഷാനവാസിന് നെവിനോടുള്ള ആറ്റിറ്റ്യൂഡിൽ വരുന്ന മാറ്റമാണ്. പക്ഷേ നെവിൻ അത് അത്ര സ്വീകാര്യമായി എടുക്കും എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ അത് നെവിൻ എങ്ങനെയാണ് സ്വീകരിക്കുക എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിലാണ് കാണാൻ പറ്റുക. ആദിലെയും നൂറയും അവിടെ ജാസ്മിൻ വരുന്ന സമയത്ത് അവരോട് പറയുന്നുണ്ട്, നമ്മളെ പലരും യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കും നമ്മുടെ സൗഹൃദത്തിനെയൊക്കെ, നമ്മളും ചിലപ്പോൾ വൾണറബിളായി പോയി എന്ന് വരും, അങ്ങനെ ആരുടെയും ഇൻഫ്ലുവൻസിൽ വീണ് പോകരുത് എന്നൊക്കെ ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. അതവർ എന്തോ വലിയ കാര്യം കേൾക്കുന്ന പോലെ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട്. പക്ഷേ അവരത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പ്രകടമായ വ്യത്യാസമൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഇനി കാണാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഓഫ് കോഴ്സ് അത് ആ കൂട്ടത്തിൽ ഒരാൾ ഔട്ടായി പോയതിന് ശേഷം മാത്രമായിരിക്കും. ഇപ്രാവശ്യത്തെ എവിക്ഷൻ വരുന്ന സമയത്ത് കൂടുതൽ കൂട്ടത്തിൽ വീക്കായിരിക്കുന്ന ആളുകൾ ഒനീലും സാബുമാനും ഒക്കെ ആണെന്നാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ. ജിസൈലിന് ഒരു വീക്ക്നെസ് ഉണ്ട്. ഒനീലോ സാബുമാനോ ഔട്ടാവുക, അതല്ലെങ്കിൽ ആദില നൂറയിൽ
ഏതെങ്കിലും ഒരാൾ ഔട്ടായി പോവുക, ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ എക്സ്പോസ് ചെയ്യപ്പെടാൻ പോകുന്നതും കുറച്ച് കഷ്ടപ്പെടേണ്ടി വരുന്നതും ഷാനവാസ് തന്നെയായിരിക്കും. അങ്ങനെ ഒരു ഘട്ടത്തിൽ ആദിൽ നൂറമാരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ചേഞ്ച് ഫീൽ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചേഞ്ച് വരേണ്ട ആവശ്യകത മനസ്സിലാവുള്ളൂ. ഇപ്പോൾ അവർ ഇക്കാൻ്റെ അനിയത്തി കുട്ടികളായിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, പാറി പറന്ന് പൂമ്പാറ്റകളെ പോലെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ആ പോക്ക് ഒരു നല്ല പോക്കായിട്ട്, നല്ലൊരു ഗെയിമിൻ്റെ യാത്രയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഒരാൾ അക്ബറാണ്. അക്ബറിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുള്ളി പാവത്താനായി ജീവിക്കുകയാണ്. അങ്ങനെ ജീവിക്കല്ലേ അക്ബറെ എന്നാണ് പറയാനുള്ളത്. ആര്യൻ ജിസൈൽ വിഷയമൊക്കെ വന്ന സമയത്ത് പ്രശ്നം വേണ്ട, നന്നായി പൊക്കോട്ടെ എന്നൊക്കെ വിചാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉപദേശിക്കാൻ വേണ്ടി പുള്ളി ഓടി നടക്കുന്നുണ്ട്. മറ്റുള്ള പല ആളുകളുടെയും വിഷയത്തിൽ പല ടോക്സിനും ഇടയിൽ അക്ബർ എന്നിരിക്കുന്നുണ്ട്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിത് പറഞ്ഞുണ്ടാക്കുമ്പോൾ വേറെ കഥകളായി മാറും. ജിസൈലിനോടൊക്കെയുള്ള കോൺവെർസേഷൻസ് അക്ബറിന് കുറച്ചും കൂടി കഴിയും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും അക്ബർ ഒരു ഡേഞ്ചർ സോണിലേക്ക് എത്താതിരിക്കട്ടെ. അക്ബറിൻ്റെ ജീവിതം ഞെട്ടാൻ ഇനിയും ബാക്കി എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത്. കാരണം ഫസ്റ്റ് വീക്കിൽ അനിമോൾ അക്ബറിൻ്റെ നോട്ടം ശരിയല്ല എന്ന് പറയുന്നത് കേട്ട് അന്ന് ഞെട്ടാൻ തുടങ്ങിയതാണ് അക്ബർ. എല്ലാ ആഴ്ചയും അക്ബറിന് കേട്ട് ഞെട്ടാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വീക്കെൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ജിസൈൽ പറഞ്ഞിട്ടുള്ള അക്ബറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ് അക്ബറിന് ശരിക്കും ഞെട്ടാനുള്ള വകയുണ്ടാക്കുന്നത്. ഈ വീക്കിൽ ഓൾറെഡി ഒന്ന് ഞെട്ടി. നെവിൻ ഈസ് സച്ച് എ സ്വീറ്റ് ഗൈ എന്ന് ജിസൈൽ പറയുന്ന സമയത്ത് അക്ബർ ഒന്ന് ഞെട്ടുന്നുണ്ട്. പക്ഷേ ജിസൈൽ അപ്പം തന്നെ പ്ലേറ്റ് മറിച്ചിട്ടു. അത് ഞാൻ പറഞ്ഞതല്ല, ലക്ഷ്മി പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട്. അതുപോലെ ജിസൈൽ അക്ബറിനെ കുറിച്ച് എന്താണ് പറഞ്ഞു നടക്കുന്നത് എന്നുള്ളത് അക്ബർ അറിഞ്ഞൊന്ന് ഞെട്ടാനുള്ളതാണ്. പിന്നെ ഇതിനകത്ത് അനിമോൾ അക്ബറിൻ്റെ വൈഫൊക്കെ വന്ന സമയത്തുള്ള ഒരു എക്സ്പ്രഷനും ആ സന്തോഷ പ്രകടനമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നിൻ്റെ കല്യാണം ഇതോടുകൂടി ഇല്ലാണ്ടായിപ്പോൾ, നിൻ്റെ റിലേഷൻഷിപ്പ് ഇല്ലാണ്ടായിപ്പോൾ എന്നൊക്കെ ശപിച്ചിട്ടുള്ള ഒരു അനിമോളെ നമ്മൾ കണ്ടിരുന്നല്ലോ. ആ ശപിക്കപ്പെട്ടിട്ടുള്ള വൈഫും ഈ അക്ബറും തമ്മിലുള്ള സ്നേഹപ്രകടനം, അവരിറങ്ങാൻ നേരം അവർ കാണിച്ചിട്ടുള്ള ഒരു ഇൻറ്റിമസി, അതൊക്കെ അനിമോൾ കണ്ടിട്ടുണ്ടാവട്ടെ, അതൊക്കെ അനിമോളുടെ മനസ്സിൽ തന്നെ നിറഞ്ഞ് പതിയട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇത്രയും ചേഞ്ചസ് ആണ് നമ്മൾ വ്യാഴാഴ്ച വരെ എത്തുമ്പോഴേക്കും കണ്ടു തീർത്തിട്ടുള്ളത്. ഇനി ഒരു ദിവസം കൂടിയുണ്ട്, അത് കഴിഞ്ഞ് വീക്കെൻഡ് എപ്പിസോഡ്സ് ലാലേട്ടം വരുന്നുണ്ട്. ആ ദിവസങ്ങളിലൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് അതത് ദിവസങ്ങളിൽ കണ്ടറിയാം. ഈ ആഴ്ച ആരാണ് എവിക്റ്റ് ആവുക എന്നുള്ളത് കുറച്ചധികം സാധ്യതകളുണ്ട്. നമ്മളീ പറയുന്ന പോലെ വളരെ വീക്കായി തുടങ്ങിയിട്ടുള്ള ഗെയിമേഴ്സ് ഉണ്ട്. ഗെയിം ഒന്നുമില്ലാതെ എന്തൊക്കെയോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഞങ്ങളാണ് ഏറ്റവും വലിയ ഗെയിമേഴ്സ് എന്ന് പറഞ്ഞ് നെഞ്ചും വിരിച്ച് നടക്കുന്ന, എന്നാൽ 5 പൈസയുടെ കളിയില്ലാത്ത ആളുകളുണ്ട്. അങ്ങനെയൊക്കെയുള്ള പലതരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് വീക്കെൻഡ് എപ്പിസോഡ്സ് നമുക്കൊരു അൺപ്രഡിക്റ്റബിൾ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്കാണ് നീങ്ങുന്നതെന്നാണ് സൂചന. പക്ഷേ നാളത്തെയും കൂടി എപ്പിസോഡ് കണ്ടിട്ട് നമുക്ക് വളരെ വിശദമായിട്ട് വീക്കെൻഡ് എപ്പിസോഡിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.